ആരോഗ്യ സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കലെത്തും. SR ഹെൽത്ത് കെയർ പുലാക്കോട്. പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം, കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ SR ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു. AG പ്രേംകുമാർ, KC വർഗീസ്, ഹേമന്ത് കുമാർ, M വേണുഗോപാൽ, T അനുശ്രീ, K കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ. കൂടാതെ ഫിസിയോതെറാപ്പിയും ENT ഡോക്ടറുടെ സേവനവും ലഭ്യമാണ്. എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും SR ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും. നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം. SR ഹെൽത്ത് കെയർ പുലാക്കോട്, ചേലക്കര. ഫോൺ 7306722808. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് M ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. സംരക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീതി പാലിക്കുക. കേരള കോൺഗ്രസ് M ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി ആനിത്തോട്ടം പരിപാടി ഉദ്ഘാടനം ചെയ്തു. മതേതരത്വ ജനാധിപത്യ രാജ്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ചില സ്റ്റേറ്റുകളിൽ BJP ഭരിക്കുന്ന സ്ഥലങ്ങളിൽ അന്യായമായി ന്യൂനപക്ഷങ്ങളെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നാളിതുവരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്യായമായി ആൾക്കാരെ ദ്രോഹിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ബഹുമാന്യായ സിസ്റ്റേഴ്സിനെയും അതേപോലെ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന മറ്റുള്ളവരെയും ഒക്കെ തുറങ്കലടച്ചുകൊണ്ട് നിശബ്ദരാക്കുന്ന ഒരു സംവിധാനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സംവിധാനമല്ല. നമുക്കറിയാം, മണിപ്പൂർ നോക്കിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മുടെ വന്ധ്യപുരോഹിതനായ സ്റ്റാൻ സ്വാമി പോലെയും വന്ധ്യപുരോഹിതനായ എത്രയോ പ്രായം കഴിഞ്ഞ മഹാപുരോഹിതന് കൽത്തുറങ്കിൽ കിടന്ന അദ്ദേഹത്തിന് ജീവൻ പടിയേണ്ടി വന്ന് മറ്റൊന്നുമല്ല, ഇന്ത്യ മഹാരാജ്യത്താണ്. അതേപോലെ ന്യൂനപക്ഷങ്ങളെ നിരന്തരമായി ഉപദ്രവിച്ചു കൊണ്ടുവരുന്ന പിന്തുടർച്ചയുടെ അവകാശം കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ചണ്ഡീഗഡിൽ കഴിഞ്ഞ ദിവസം ആതുര സേവന രംഗത്ത് സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി തൻ്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് അവരുടെ മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടുന്ന ജനവിഭാഗത്തെ കടത്തുങ്കൽ അടച്ചിരിക്കുകയാണ് ഒരു ഭാഗം സിസ്റ്റേഴ്സ്. നമുക്കറിയാം, സിസ്റ്റേഴ്സ് ചെയ്യുന്നത് എന്താണ്? ആതുര സേവന മേഖലകളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലകളിൽ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ ഒത്തൊരുമിച്ചോടുകൂടി അവരുടെ പട്ടിണി മാറ്റിക്കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോളി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 2 ദിവസമായി നമ്മളെല്ലാവരും അറിയുന്ന വാർത്തകളിൽ നിറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് 2 മലയാളികളായ 2 മിഷണറിമാരെ, 2 കന്യാസ്ത്രീകളെ അന്യായമായി തടങ്കലിലടച്ചിരിക്കുന്ന ഒരു കാര്യം. നമ്മളെല്ലാവരും ഭാരതത്തിലെ ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യം നിലനിൽക്കുന്ന ഭാരതത്തിലൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന വെച്ച് ഏതൊരു മനുഷ്യനും ഭാരതത്തിലുടനീളം സഞ്ചരിക്കുവാനും താമസിക്കുവാനും ജോലി ചെയ്യുവാനുമുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ പ്രായപൂർത്തിയായ 3 സ്ത്രീകളും 2 കന്യാസ്ത്രീകളും കൂടി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ TTR റെയിൽവേ ടിക്കറ്റ് പരിശോധിക്കാൻ വന്ന TTR അവരുടെ ടിക്കറ്റ് അവരുടെ കയ്യിലില്ല, അടുത്ത് നിൽക്കുന്ന കന്യാസ്ത്രീയുടെ കയ്യിലാണ് ഉള്ളത് എന്നതിൻ്റെ പേരിൽ മാത്രം അവർ ബജറംഗ് ദൾ പ്രവർത്തകരെ മാത്രം വിളിച്ചു വരുത്തിക്കൊണ്ട് അവരെ ആക്രമിക്കുകയും ആൾക്കൂട്ടത്തിൻ്റെ ബഹളം പീഡനവും മൂലം പോലീസ് ഇടപെടുകയും പോലീസ് അന്യായമായി തന്നെ ഈ സിസ്റ്റേഴ്സിനെ കസ്റ്റഡിയിലെടുക്കുകയും മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ചുകൊണ്ട് അവരെ തടങ്കലിലിറക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. യൂത്ത് ഫ്രണ്ട് M സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ മാധ്യമങ്ങളിലൂടെയും വാർത്താവിനിമയങ്ങളിലൂടെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, മലയാളികളായ 2 കന്യാസ്ത്രീകളെ അതിക്രൂരമായി തടങ്കിൽ വെച്ചിരിക്കുന്ന കാര്യം നമുക്കെല്ലാം അറിയാം. ഒരു കാര്യവുമില്ലാതെ അവർ മനുഷ്യക്കടത്ത് എന്ന പേരിൽ കൊണ്ട് അവരെ ഛത്തീസ്ഗഡിലെ സർക്കാർ തടങ്കിൽ വെച്ചിരിക്കുകയാണ്. അതിനെയുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത്
ന്യൂനപക്ഷങ്ങൾക്ക് എതിരെയുള്ള അക്രമങ്ങൾ ഈ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം അതിക്രൂരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെയുള്ള ഒരു ശക്തമായ ഒരു സമരമാണ് ഈ ഒരു പരിപാടി. മുരളി വരവൂർ, റെജി മംഗലത്ത്, ജേക്കബ് വരവൂർ, ലിവിൻ വർഗീസ്, ജോൺ വർഗീസ്, ചന്ദ്രൻ, ശിവദാസൻ, ഷിൻസ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.